everyone, it's me Harsha and welcome back to our channel. I know it's been so long നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. I don't know, ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നത് I know ഒരു ഭയങ്കര വലിയ എക്സ്ക്യൂസ് ആയിരിക്കും. ബട്ട് എനിക്കറിയില്ല, ഐ തിങ്ക് ലോങ് വീഡിയോ ഫോർമാറ്റ് ഒന്നും ആൾക്കാർക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഷോർട്ട് വീഡിയോസും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ റീൽസും ചെറിയ ടൈമിൽ തന്നെ എല്ലാ ഇൻഫർമേഷനും കിട്ടണം എന്നുള്ളൊരു തോട്ടാണ് ഇപ്പോൾ ആൾക്കാരിൽ ഞാനും ഉൾപ്പെടും കേട്ടോ, എനിക്കും അതെ. അപ്പം ബട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് കണ്ടന്റ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബിക്കോസ് ടുഡേ വി ഹാവ് Sephora. Yes. എല്ലാ തവണയും എനിക്ക് ചേച്ചി ഒരു ആനുവൽ പാക്കേജ് എന്ന രീതിയിൽ എനിക്ക് സെഫോറയിൽ നിന്നും അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അയച്ചു തരും. ഷീസ് ഇൻ കാനഡ. അങ്ങനെ ഞാൻ ഡിമാൻഡ് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. കുറച്ച് ഐറ്റംസ് ഞാൻ ഡിമാൻഡ് ചെയ്തു, കുറച്ച് ഐറ്റംസ് ചേച്ചി എനിക്ക് സ്വന്തമായിട്ട് തന്നെ അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ സെഫോറയിൽ എവിടെയാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക്സ് ഞാൻ ഇട്ട് തരാം കേട്ടോ, അല്ലാതെ എനിക്ക് ഒരു വഴിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ചേച്ചി എനിക്ക് അയച്ചു തന്നേക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ സെഫോറയുടെ ഐ ബ്രഷ് സെറ്റാണ് ഇത്. 5 പീസ് ഐ ബ്രഷ് സെറ്റാണ്. ഇതിൽ നമുക്ക് സ്മഡ്ജ് ചെയ്യാനുള്ളത് ഷാഡോ, ഷെയ്ഡർ, ക്രീസ് ആൻഡ് ബ്രോ ബ്രഷസ് ആണ് ഉള്ളത്. ഇതാ കണ്ടോ, ബ്രോ ബ്രഷ് ഉണ്ട്. അതുപോലത്തെ ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത ഞാൻ ഇത് ഓപ്പൺ ചെയ്തായിരുന്നു കേട്ടോ. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. കണ്ടോ, നമുക്ക് ഒരു ഐബ്രോ ബ്രഷ് ഉണ്ട്, ദെൻ ഒരു സ്പൂളി ഉണ്ട്, ഷാഡോ ബ്രഷ് ഉണ്ട്, ക്രീസ് ചെയ്യാനായിട്ടുള്ള ബ്രഷ് ഉണ്ട്, അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാനായിട്ടുള്ള ബ്രഷസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിതിങ്ങനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ബ്ലെൻഡർ ടൈപ്പ് ഒരു പിന്നെ മോന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ ആണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ എന്ന് കേൾക്കണത്. ഹൈ പറയണ്ട. ഹായ് പറഞ്ഞു. ബ്രഷ് സെറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു മേക്കപ്പ് വീഡിയോയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഇത് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. ബട്ട് ഇതിൻ്റെ ഈ ബ്രഷ് നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. ഐ തിങ്ക് ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രൗ ബ്രഷാണ്. ഇതിൻ്റെ ബ്രൗ ബ്രഷ് കണ്ടില്ലേ, നല്ല ഫൈനായിട്ടുള്ള ബ്രൗ ബ്രഷാണ്. അപ്പം നമുക്ക് നന്നായിട്ട് നല്ല പ്രിസൈസായിട്ട് നമുക്ക് ബ്രൗസ് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നല്ലൊരു ബ്രഷാണ്. ഇത് ഐ ഷാഡോ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ടുള്ള ബ്രഷ്, ക്രീസ് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ളതും ആൻഡ് നമുക്ക് ഷെയ്ഡ് കൊടുക്കാനായിട്ടുള്ള ബ്രഷ് ഉണ്ട്. നെക്സ്റ്റ് ഐറ്റം ഇതാണ്. ഇത് നമ്മുടെ ഗൂച്ചിയുടെ ബ്ലൂം എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ആൻഡ് ഇറ്റ് സ്മെൽസ് ഡിവൈൻ. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. പിന്നൊരു ബോട്ടിലാണ്, നല്ല ബേബി പിങ്ക് ബോട്ടിലാണ്. ആൻഡ് രസം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്ന അടിപൊളി ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് ഞാൻ പെർഫ്യൂം വേണമെന്ന് പറഞ്ഞായിരുന്നു ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു ഏതാ വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞില്ല ഏതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ ഗുച്ചി ബ്ലൂം. ഇത് മീൻസ് എനിക്ക് അങ്ങനെ ഭയങ്കര പഞ്ചൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള പെർഫ്യൂം സ്മെൽ എനിക്ക് ഇപ്പം പിടിക്കാറില്ല. ആഫ്റ്റർ ഡെലിവറി നല്ല തലവേദന എടുക്കും. അപ്പം ഇതൊക്കെ നല്ല സോഫ്റ്റ് ബട്ട് നല്ലൊരു പ്ലെസൻ്റ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണിത്. ഗൂച്ചിയുടെ ബ്ലൂം. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ് കേട്ടോ, ഞാൻ നോക്കിയായിരുന്നു. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ദ ഓർഡിനറിയുടെ ഹൈലുറോണിക് ആസിഡാണ്. ഇത് ലാസ്റ്റ് ടൈമും ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞായിരുന്നു ഇതെനിക്ക് അയച്ചു തരണമെന്നുള്ളത്. ആൻഡ് ഇത് ഞാൻ ടു ബി വെരി ഫ്രാങ്ക് ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ല ഹൈലുറോണിക് ആസിഡ് സീറമാണ് കേട്ടോ ഇത്. കഴിഞ്ഞ തവണ ഞാൻ ചെറിയ പാക്കേജ് ആയിരുന്നു കേട്ടോ എനിക്ക് അയച്ചു തന്നത്, ജസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. ബട്ട് ഈ തവണ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പാക്കിങ് തന്നെ അയച്ചു തരണം, കാരണം അത്ര ബോത്താണ്. ക്യാൻ സി എൻ്റെ ഇതിപ്പം മേക്കപ്പ് ഉണ്ടെങ്കിലും ബെയർ ഫേസ്
ഐ നോ എൻ്റെ സ്കിൻ എത്ര നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എൻ്റെ സ്കിൻ ടെക്സ്ചർ എത്ര നന്നായിട്ടുണ്ടെന്നും. ഇതും ആൻഡ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ ഹൈഡ്രേഷൻ കിട്ടും. ഈ ഓർഡിനറിയുടെ ഹൈലറോണിക് ആസിഡ് ഉണ്ടല്ലോ, ഈ ഒരു സിറം ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുള്ളത്. ബട്ട് ഇത് സ്റ്റിക്കി ആവേയില്ല, നന്നായിട്ട് നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ബട്ട് നന്നായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 2-3 ഡ്രോപ്സ് മതി. ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റ്, നല്ല പ്ലംപി ആയിട്ട് കിട്ടും നമ്മുടെ സ്കിൻ. ഇത് നമ്മുടെ റെയർ ബ്യൂട്ടിയുടെ ലിക്വിഡ് ടച്ച് വെയ്റ്റ്ലെസ് ഫൗണ്ടേഷൻ ആണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് 280N ആണ് കേട്ടോ. ഞാൻ ചേച്ചിക്ക് എന്താണോ ഷെയ്ഡ് സൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെനിക്ക് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ലുക്ക് അറ്റ് യെസ്, ഇതാണ് നമ്മുടെ റെയർ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ. ഇതിൻ്റെ ബോട്ടിൽ തന്നെ എന്ത് വെയ്റ്റ്ലെസ് ആണ്. ശരിക്കും ഇതിൽ പറയാനുള്ള ഇത് വെയ്റ്റ്ലെസ് ഫൗണ്ടേഷൻ ആണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എനിക്ക് ഇതിൻ്റെ ഒരു ഈ ഒരു റെയർ ബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ കിട്ടാനായിട്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. റെയർ ബ്യൂട്ടിയുടെ പ്രോഡക്ട്സിൻ്റെ പാക്കേജിങ് നല്ല ക്യൂട്ടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഈ സെഫോറയിൽ വെച്ചിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാം, അപ്പം നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്നുള്ളത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് റെയർ ബ്യൂട്ടിയുടെ ലിക്വിഡ് ബ്ലഷ് ആണ്. ഇത് ഇവരുടെ സോഫ്റ്റ് പിഞ്ച് ഡ്യൂയി ബ്ലഷ് ആണ് ഇൻ ദ ഷെയ്ഡ് ജോയ്. ഐ മീൻ വാവ്, ഐ മീൻ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൽ വലിയ വേർഡ് എന്തെങ്കിലും ഉണ്ടോ? അതാണ് കേട്ടോ. നല്ലൊരു ഫൗണ്ടേഷൻ്റെ പോലത്തെ പാക്കിംഗ് തന്നെയാണ്. ബ്രഷ് ടിപ്പാണ് ഉള്ളത്. ഞാനൊരു ഇച്ചിരി എടുത്തുള്ളൂ കേട്ടോ. ഒരു തുള്ളി എടുത്തപ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയേക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പിഗ്മെൻറ്റേഷൻ കിട്ടിയേക്കുന്നത്. ഒരു ഇച്ചിരി എടുത്തപ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻ കിട്ടിയേക്കുന്നത്. ആൻഡ് നല്ലൊരു സൺകിസ്ഡ് ലുക്കിന് ഒക്കെ നല്ല പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഒരു ഐബ്രോ പ്രോഡക്റ്റ് ആണ്. ഇത് സെഫോറയുടെ സെഫോറ ബ്രാൻഡിൻ്റെ തന്നെ ഐബ്രോ പ്രോഡക്റ്റ് ആണിത്. ഇതാണ് നമ്മുടെ ഐബ്രോ പ്രോഡക്റ്റ്. ഇത് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പം ഐബ്രോസ് നമുക്ക് നമ്മുടെ ഹെയർ കളർ അനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ബ്രൗസിൻ്റെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനെന്നാണ് പറയാറുള്ളത്. അപ്പം എൻ്റെ ഹെയർ ഒബ്വിയസ്ലി ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യും. ആൻഡ് നമുക്ക് സ്പൂളിൽ കിട്ടുന്നുണ്ട്. അപ്പം ബ്രൗസ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്പൂളിൽ വെച്ചിട്ട് അത് ഷേപ്പ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ഐറ്റമും ഞാൻ എന്താ പറയുക ഭയങ്കര നാളായിട്ട് നെക്സ്റ്റ് ഐറ്റമും ഞാൻ ഭയങ്കര നാളായിട്ട് എനിക്ക് വേണം എന്ന് ഞാൻ എന്താ പറയുക കാത്തിരുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടത്. ഇതാണ്. ഇത് നമ്മുടെ പാക്കേജിങ് കാണുമ്പോൾ തന്നെ എല്ലാ മേക്കപ്പ് ലവേഴ്സിനും അറിയാൻ പറ്റും. ഇത് ടാറ്റിൻ്റെ കൺസീലറാണ്. ശരിക്കും ഉണ്ടല്ലോ, ഈ ടാറ്റിൻ്റെ കൺസീലർ ആൻഡ് ഒരു മാക്കിൻ്റെ ഒരു കോമ്പാക്റ്റും ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വേറെ ഒരു ബേസിന് വേണ്ടിയിട്ട് വേറെ ഒരു പ്രൊഡക്റ്റ് വേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് അത്രയ്ക്കും ഹൈ കവറേജ് ഉള്ളൊരു കൺസീലറാണ്. അത്രയ്ക്കും ഹൈ കവറേജ് ഉള്ളൊരു കൺസീലറാണിത്. എൻ്റെ ഷെയ്ഡ് ഇതിൽ മീഡിയം ആണ് കേട്ടോ. ആൻഡ് ഐ തിങ്ക് ഇതെനിക്ക് എക്സാക്റ്റ് മാച്ച് ആയിരിക്കും എന്നുള്ളത്. സ്പഞ്ച് ടിപ്പാണ് ഇതിലും വരുന്നത്. നല്ലൊരു ഫുൾ കവറേജ് തരുന്ന ഒരു കൺസീലറാണ് കേട്ടോ ഇത്. നമ്മൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും മിക്ക ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ടാറ്റിൻ്റെ ഒരു കൺസീലർ അവരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരിക്കും. ആൻഡ്
യെസ്, എനിക്കും തോന്നുന്നു എൻ്റെയും ഒരു ഫേവററ്റ് തന്നെ ആയി മാറും. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫേവററ്റ് ആണിത്. ബട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് എനിക്കിത് ഉറപ്പായിട്ടും എനിക്ക് ടാറ്റിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, എനിക്ക് ടാറ്റിൻ്റെ ഈ ഒരു കൺസീലർ അയച്ചു തരണമെന്ന്. ഇത് ഫൗണ്ടേഷൻ കം കൺസീലർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് റെയർ ബ്യൂട്ടിയുടെ വേറൊരു പ്രോഡക്റ്റാണ്. ഇത് റെയർ ബ്യൂട്ടിയുടെ ഇത് റെയർ ബ്യൂട്ടിയുടെ ടിൻറ്റഡ് ലിപ്പ് ഓയിലാണ്. ഇത് ഉണ്ടല്ലോ, ഇത് ഞാൻ ശരിക്കും സെറനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതല്ല എനിക്ക് തരണമെന്ന്. ചേച്ചി യൂസ് ചെയ്യണം. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യണത് മാറ്റ് ലിപ്സ്റ്റിക്സ് ആണ്. ആഫ്റ്റർ ബേബി ഞാൻ മാറ്റ് ലിപ്സ്റ്റിക്സേ പ്രിഫർ ചെയ്യാറുള്ളൂ. കാരണം ഒബ്വിയസ്ലി ഇത് അങ്ങനെ സ്പ്രെഡ് ആവണം, പിന്നെ അവന് ഉമ്മ വയ്ക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കാരണം. ബട്ട് അങ്ങനെ അല്ലെങ്കിലും ബിഫോർ ബേബി ഓൾസോ എനിക്ക് മാറ്റ് ലിപ്സ്റ്റിക്സ് ആണ് കൂടുതലും ഇഷ്ടം. ബട്ട് ചേച്ചി പറഞ്ഞ് നീ ഒന്ന് യൂസ് ചെയ്ത് നോക്കി, എന്നാലും എനിക്ക് ഇതിൻ്റെ ഒരു അറിയാൻ പറ്റുള്ളൂ എത്ര സൂപ്പറായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി യൂസ് ചെയ്യുന്ന ഏത് ഷെയ്ഡാന്ന് വെച്ചാൽ അതെനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് അയച്ചു തന്നു. ഇതാണ് നമ്മുടെ ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ലൊരു ഷെയ്ഡ്. ആൻഡ് ഇതൊട്ടും ഇങ്ങനെ സ്റ്റിക്കി അല്ല, നല്ല ഹൈഡ്രേറ്റിംഗ് തരുന്ന, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ്പ് ഓയിലാണ് കേട്ടോ. അതിങ്ങനെ നമ്മൾ ചില ഗ്ലാസസ് ഒക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ചില ലിപ്പ് ഓയിൽസ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓയിലി ആയിട്ട് തോന്നില്ല. ഇതങ്ങനെ ഓയിലി ആയിട്ട് തോന്നില്ല. നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് മാത്രമേ നമുക്കിത് തോന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി എനിക്ക് 3 നെയിൽ പെയിൻസ് ആണ് കാണിക്കാനുള്ളത്. നല്ലൊരു നിയോൺ പിങ്ക്, നല്ലൊരു പിങ്ക് ആൻഡ് ഒരു ന്യൂഡ്, നല്ല ന്യൂഡ് ഷെയ്ഡിൻ്റെ 3 നെയിൽ പെയിൻസ് ആണ് ചേച്ചി എനിക്ക് അയച്ച് തന്നേക്കുന്നത്. ചെറിയ ഐറ്റം. ഇനി നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഇയറിങ്സ് ആണ്. ആൽഡോയുടെ ഇയറിങ്സ് ആണ്. മേക്കപ്പ് മാത്രമല്ല കേട്ടോ, കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് എനിക്ക് ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. 2 റിങ്സും ഒരു സ്റ്റഡും ആണ്. കോപ്പർ ഷെയ്ഡിലുള്ള, അതായത് റോസ് പിങ്ക് ഷെയ്ഡിലുള്ള ഇതാണ് കേട്ടോ. ഇത് 2ഉം ഗോൾഡനും, ഇത് റോസ് പിങ്ക് ഷെയ്ഡിലുള്ള സ്റ്റഡും ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന നല്ലൊരു ഇയറിങ്സിൻ്റെ പീസാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് വീണ്ടും റെയർ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. യെസ്, ലിപ്പ് സൂഫ്ലെ മാറ്റ് ലിപ്പ് ക്രീം ആണിത്. ഫ്രം റെയർ ബ്യൂട്ടി ഇൻ ദ ഷെയ്ഡ് കൈൻഡ്നെസ്. ലിപ്പ് സൂഫ്ലെ മാറ്റ് ലിപ്പ് ക്രീം ആണ് കേട്ടോ ഇത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ന്യൂഡ് പിങ്ക്സ്, ബ്രൗൺ ന്യൂഡ്സ്, പീച്ച് ന്യൂഡ്സിൻ്റെ ഷെയ്ഡ്സ് അയച്ചാൽ മതി എന്ത് അയക്കുകയാണെങ്കിലും. കാരണം എനിക്ക് പ്രിഫർ ചെയ്യണത് ഞാൻ അതാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതും അതുപോലത്തെ നല്ലൊരു ഷെയ്ഡാണ്. ലുക്ക് അറ്റ് ദ ഷെയ്ഡ് യു ഗൈസ്. വാവ്, ഐ എം ഷുവർ ഇത് എൻ്റെ ഡെയിലി ഗോ ടു ലിപ്സ്റ്റിക് ആയി മാറും. സൂപ്പർബ് ലിപ്സ്റ്റിക്, സൂപ്പർബ് ടെക്സ്ചർ, സൂപ്പർബ്, എവറിത്തിങ് ഈസ് ജസ്റ്റ് സൂപ്പർബ് അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ആണ്. അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ സാറ്റിൻ ലിപ്സ്റ്റിക്കിലെ ഒരു ഷെയ്ഡാണത്. റോസ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ എൻ്റെ അടുത്ത് ഹൈലൈറ്റർ പാലറ്റ് ഉണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു ഇത് തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ പാക്കേജിങ് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്കിനി യൂസ് ചെയ്യാനായിട്ട് തോന്നില്ല. എന്താ പാക്കേജിങ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്. കയ്യിലൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ തോന്നുമോ, കയ്യിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ തോന്നില്ല. ബട്ട് സൂപ്പർബ് കേട്ടോ, ഇത് സൂപ്പർബാണ്. റൂഷ് സാറ്റിൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഒരു
സാറ്റിനി ഫിനിഷ് ആയിരിക്കും, മാറ്റ് ഫിനിഷ് ആയിരിക്കത്തില്ല. പക്ഷേ ഉണ്ടല്ലോ ഇതൊക്കെ നല്ല നമ്മുടെ ലിപ്സിൽ നല്ല സട്ടിലാവുന്ന ഒരു സാറ്റിൻ ലിപ്സ്റ്റിക്കാണ്. അതായത് നമുക്കിങ്ങനെ പെട്ടെന്ന് പോവില്ല. ഒബ്വിയസ്ലി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓയിലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ അല്ലാത്ത പക്ഷം ഇത് നമ്മുടെ ലിപ്സിൽ അങ്ങനെ തന്നെ ഇരിക്കും. ലാസ്റ്റല്ല വേറെ 1-2 പ്രോഡക്റ്റും കൂടി ഉണ്ട് എനിക്ക് കാണിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്പേത്ത് ക്യാരി സ്പേത്ത് ഐ ഡോണ്ട് നോ ഇങ്ങനെ ഇത് പ്രൊനൗൺസ് ഐ ഡോണ്ട് നോ ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ബട്ട് ദ സ്പേത്ത് ക്യാരിയുടെ വാട്ടർമെലൺ എക്സ്ഫോളിയേറ്റിംഗ് ഷുഗർ സ്ക്രബാണ്. കഴിഞ്ഞ തവണ എനിക്ക് ചേച്ചി ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ വീഗൻ സ്ക്രബ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് യൂക്കാലിപ്റ്റസിൻ്റെ ഒക്കെ ആയിരുന്നു. അത് സൂപ്പർബായിരുന്നു. ഇത് വാട്ടർമെലൺ ഷുഗർ സ്ക്രബാണ്. ഐ എം ഷുവർ ഇതും അടിപൊളിയായിരിക്കും. വിത്ത് പിങ്ക് ഷുഗർ ആൻഡ് വിറ്റാമിൻസ് A, C and D ആണ് ഇതിൽ ഉള്ളത്. ഒബ്വിയസ്ലി നമുക്കറിയാം വാട്ടർമെലൺ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഗ്ലോയിങ് ആക്കാനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. വൈറ്റമിൻ A നമ്മുടെ ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ വൈറ്റമിൻ C നമുക്ക് നമ്മുടെ സ്കിൻ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നമ്മളെങ്ങനെ ഫേസിൽ സ്ക്രബ് ചെയ്യുന്ന അതുപോലെ തന്നെ വീക്ക്ലി വൺസ് നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിലേക്ക് ഡെഡ് സ്കിന്നൊക്കെ ശരിക്കും പോയി നല്ല എന്താ പറയുക ബേബി സോഫ്റ്റ് സ്കിന്നിനാവും, ലിറ്ററലി ബേബി സോഫ്റ്റ് സ്കിൻ ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അടിപൊളിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയൊരു പ്രോഡക്റ്റാണ്. വാട്ടർമെലൺ ഷുഗറി അങ്ങനത്തെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഇതിൻ്റെ പാക്കേജിങ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ എനിക്കറിയാൻ പറ്റും നല്ലതാണെന്നുള്ളത്. ഇത്ര ഐറ്റംസാണ് എനിക്ക് ചേച്ചി സെഫോറയിൽ നിന്ന് അയച്ചു തന്നത്. കിട്ടുന്നതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അല്ലാതെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓർഡിനറിയുടെയും റെയർ ബ്യൂട്ടിയുടെയും എല്ലാത്തിനെയും കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. എല്ലാത്തിനും കിട്ടുമായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നോക്കി പർച്ചേസ് ചെയ്യണം, എന്നാലേ യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യു സെൽഫ്. ബൈ.